അയ്യോ എന്നിട്ട് തല വെക്കാം. അയ്യോ അയ്യോ അമ്മേ അമ്മേ അയ്യോ വെയിലടിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കൂറ്റൻ പാറയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാറ കയറാൻ വേണ്ടി, ഈ പാറ എടുത്ത് എത്താൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കറങ്ങി കേട്ടോ. കാരണം ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കേട്ടോ. വന്ന സമയത്തൊക്കെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി യഥാർത്ഥ വഴിയൊന്നും അല്ല. അപ്പം നിലവിലുള്ള വഴി അപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി വന്നത് കേട്ടോ. അന്ന് ഒരു അപ്പൂപ്പൻ്റെ ചോദിച്ചെന്ന് പറഞ്ഞ് അപ്പുറത്തൂടെ വേറെ വഴിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ആ വഴി ഞാൻ വന്നേ എന്ന് പറഞ്ഞു. തിരിച്ചു പോകാൻ പറ്റത്തില്ല, കാരണം റോഡ് വളരെ മോശമാണ്. ഈ നെറ്റിലൊക്കെ വെറുതെ അങ്ങ് റോഡ് വിതറിയിട്ടേക്കുക. അതുകൊണ്ട് ബൈക്കിനകത്തൊന്ന് മൊത്തം ചറക്കുക. അതുകൊണ്ട് പിന്നെ ഇപ്പം പറഞ്ഞൊരു കാര്യം, ഈ വഴി കൂടെ കയറി പോലും പാറ ചെല്ലാം. പക്ഷേ ഇത് കുറച്ച് നടക്കണം, മറ്റത്ര നടക്കണ്ട. ഈ പാറയുടെ പേര് പാങ്ങൂപ്പാറ എന്നാണ് കേട്ടോ. ഇത് കൊല്ലം ജില്ലയിലെ വിളക്കുപാറ, അഞ്ചലിനടുത്തുള്ള വിളക്കുപാറയിൽ ഇളവറാങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പാങ്ങൂപ്പാറ എന്ന് പറയുന്ന പാറ ഉള്ളത്. നേരായ വഴി ഉണ്ടായിരുന്നു കേട്ടോ, ഇത്ര നടക്കൊന്നും വേണ്ടായിരുന്നു. പാങ്ങൂപ്പാറ എന്ന പാറ ഞാൻ തേടി പോകാം കേട്ടോ. സത്യം വഴിയൊന്നുമില്ല, ഇത് യഥാർത്ഥ വഴിയൊന്നും അല്ല കേട്ടോ. ഇത് ആരും പോകാത്ത വഴി കൂടെ, ഒരു കാട്ടിൻ്റെ നടുക്കൂടൊക്കെ കയറി പോകുന്നത്. റബ്ബറും തോട്ടമൊക്കെ എന്ത് ഇത് ഇമാതിരി കരിയിൽ മൂടി കിടക്കുന്ന വഴി കണ്ടോ. ഇപ്പോൾ ഏത് വഴി പോകുന്ന അറിയത്തില്ല. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു വഴി കൂടെ കയറി പോകുന്നതാണ്. പാമ്പൊന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു. പാമ്പോ മരപ്പട്ടിയോ കാണാതിരുന്നാൽ മതിയായിരുന്നു. ഇച്ചിരി അടിപൊളി പാറ കേട്ടോ ഈ സാധനം. നമ്മൾ ഏതൊക്കെയോ പാറയുടെ അടിഭാഗത്തെത്തി. ഏതൊക്കെയോ അമ്പലത്തിൻ്റെ അന്വേഷണം കേൾക്കുന്നു. ഇപ്പോൾ ഉത്സവ സീസൺ ആയല്ലോ. ആറ്റിക്കൂടാണ് കയറി പോകുന്നത്. ഇവിടെ മൊത്തം മുള്ള കേട്ടോ. ഇത് ശരിക്കുള്ള വഴിയല്ല കേട്ടോ. ഇതെല്ലാം മുള്ളാണേ. ഇവിടെ ഫുള്ള് മുള്ളാണേ. എൻ്റെ ചുറ്റും മുള്ളാണ്. ഞാൻ സാധാ ചെരുപ്പിട്ടുണ്ടോ വന്നേക്കുന്നത്. എല്ലാം മുള്ളാണ്. താഴെ ഒരു പാറക്കുളം കാണുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടോ ഒരു പാറക്കുളം. അങ്ങോട്ട് പോകാൻ കാണിച്ചാൽ പാറപ്പുറത്തുനിന്ന് അവ പാറക്കുളം കാണാൻ കേട്ടോ. കൈസ് കാണുന്നുണ്ടോ? കൈസ് ഉണ്ടോ? ഒരു വലിയൊരു പാറക്കുളം കേട്ടോ. നമുക്കിനി ഈ പാറയുടെ മുകളിലോട്ട് കയറാം. എന്നാലും കയറുമെന്ന് അറിയത്തില്ല, വഴിയൊന്നുമില്ല. ഇനി വഴി തേടി തേടി പിടിച്ച് കയറിപ്പോകും. അതിൻ്റെ താഴെ നിന്ന് ഒരു ചെറിയൊരു വഴി പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ആ വഴി നോക്കാം കേട്ടോ. ഈ ചാല് വഴി കയറിപ്പോകും. അങ്ങനെ നമ്മൾ പാറപ്പത്തോട്ട് കയറിപ്പോകാൻ പോവാ. അയ്യോ, ഇതെങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താഴെയാണ് എമണ്ടോ ഒരു പാറക്കുളം. എന്തായാലും മുകളിലോട്ട് കയറാം. താഴെ വീണ് കഴിഞ്ഞാൽ നേരെ പാറക്കുളത്തിലോട്ടായിരിക്കും പോകുന്നത്. പാറയുടെ മുകളിൽ കയറിയില്ലേ, അതിന് മുമ്പ് കാണുന്ന വ്യൂ നോക്കിയേ. ഗൈസ്, ഇതൊന്നും കയറാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് മുകളിലോട്ട് കയറണം. എങ്ങനെ കയറും? ഒരു കൈ ഹെൽമെറ്റ്, ഒരു കൈ ക്യാമറ. ഇങ്ങനെ കയറും. അത് മാത്രമല്ല ഇവിടെ മൊത്തം മുളിച്ചിടി. അയ്യോ,
ചെറിയൊരു വഴി ഇട്ടിട്ടുണ്ട്. ഈ കമ്പി പിടിച്ചിട്ട് മനസ്സിലായിട്ട് കയറിയിട്ട് നടക്കൂല. കഴിക്കാണ്ടോ ഞാൻ മുള്ളോടെ കീഴിലാണ്. ഓഹോ ഇവിടെ മൊത്തം മുള്ള. അയ്യോ ഓ അയ്യോ ഇവിടെ എത്തി. ഒരു കേറ ഒരിത്തിരി വഴി ഇങ്ങനെ വെച്ചുമായിരുന്നു ഇവിടെ. കഷ്ടപ്പെടാം. ഈ ഹെൽമെറ്റ് ഒരു കാര്യം ചെയ്യാം, ഹെൽമെറ്റ് തല വെക്കാം. ഇവിടുത്തെ കളി കയറിപ്പോ. എൻ്റെ പൊന്നു റിസ്കോട് റിസ്ക്. ഈ കരിയിലെ ഭയങ്കര പ്രശ്നമാട്ടോ. ക്യാമറയാണ് പ്രശ്നം. എൻ്റെ പൊന്നു എൻ്റെ പുറകിൽ നല്ലൊരു വ്യൂ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് തിരിഞ്ഞു നോക്കാൻ വയ്യ. ഗൈസ് എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറും ഞാൻ. അപ്പം ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് ഏകദേശം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ളപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാം കേട്ടോ. അപ്പം കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ നല്ലൊരു വ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറാം. കയറാൻ വേണ്ടി ഹെൽമെറ്റ് വരെ തല വെച്ചിട്ടാ കയറി വന്നേ. അമ്മേ അയ്യോ ഗൈസ്, ആ കാണുന്ന പാറയെന്ന് വിചാരിച്ചിട്ട് ഇത്രയും വലിഞ്ഞു പിടിച്ച് കയറിയപ്പോൾ കണ്ടതോ ആ ഇതിന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ചെയ്യും. പക്ഷേ ഈ പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ അടിപൊളിയാ. ഞാൻ ഇത്ര അയക്കുന്ന കാര്യം ഞാൻ അത്ര കഷ്ടപ്പെട്ട് കയറി വന്നു കേട്ടോ. ഇത് ശരിക്കും വഴി വേറെ ഏതോ വഴി കൂടെ പോയാൽ നമുക്ക് ഈ പാറയുടെ മുകളിൽ എത്തും. എൻ്റെ പൊന്നു, പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ആയിപ്പോയല്ലോ ദൈവമേ. പക്ഷേ ഹെൽമെറ്റ് വരെ തല വെച്ചോണ്ടാ വന്നേ. എൻ്റെ പൊന്നു, ഞാൻ നിൽക്കുന്ന സ്ഥലം കൊള്ളാം, പക്ഷേ ആ പാറയെന്നൊക്കെ വിചാരിച്ചിട്ടാ ഇതിനെ വലിഞ്ഞു പിടിച്ച് കയറിയത്. വേറെ വഴിയുണ്ടോ എന്ന് നോക്കാം. അതോ കൊടും കാട്ടിലായിട്ടോ, എന്തൊന്നിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊടും കാട്ടിലാണ് സത്യമായിട്ട്. കൊടും കാട്ടിലില്ലാണ്ട് ഇറങ്ങിപ്പോകണമെങ്കിൽ ആ പാറ താഴോട്ട് ഇറങ്ങിപ്പോകണം. വേറെ വഴിയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിൽക്കുന്നു. ഇത് ഇറങ്ങിയിട്ട് അപ്പുറത്തോട്ട് പോവാം. വേറെ വഴിയില്ലെന്ന് തോന്നുന്നു. പക്ഷെ എക്സ്ട്രാ കഷ്ടപ്പെട്ട് പാടുപെട്ട് കയറി. മഴ പെയ്ത സമയത്തൊക്കെ വന്നിരുന്നെങ്കിൽ ഞാൻ പെട്ടാൻ. ഇതേപോലെ ഈ പാറ പോലും കയറാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ ആ പാറ കയറും. ആ പാറ ഇതിനായിട്ട് വലിയ ഹൈറ്റാണ്. പിന്നെ ഇവിടെ അഥവാ എന്നെപ്പോലെ ആരെങ്കിലും ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചിറങ്ങാൻ നേരത്താണ് ഇതുപോലെ സാധനം കാണും, നോക്കി ഇറങ്ങോട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് തട്ടിയാൽ മതി. തട്ടുമ്പോൾ ചിലപ്പം തെറിച്ച് നമ്മൾ താഴെ പോവും കേട്ടോ. എണ്ണിച്ചിരുന്ന പണി മാറും. എൻ്റെ ഇത് ഇങ്ങനെ ഇറങ്ങുക, വേറെ വഴിയില്ല. എനിക്ക് നിൻ്റെ കയറാൻ സത്യം പറഞ്ഞു ഈ പാറ കയറണ്ടായിരുന്നു. ഇപ്പുറത്തെ പാറ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കയറിയാൽ പോരായിരുന്നു. കയറി പിടിക്കുന്നു. അയ്യോ, ഇനി നിരങ്ങിയാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ.
കുറച്ച് ബാലൻസായി. ഇത്രയും കഷ്ടപ്പെടും കൊണ്ട് ആ വഴി കറങ്ങി എൻ്റെ മണ്ട കയറി. പക്ഷെ ആ വഴി കയറിയുണ്ട് പാറക്കുളം കാണാൻ പറ്റി. അങ്ങനെ ഈ കൂറ്റമ്മല, ഇതൊരു കൂറ്റമ്മല കേട്ടോ. കയറിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ അറിഞ്ഞായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് നമ്മളിപ്പോൾ സ്ഥലത്തെത്തി. വീണ്ടും ഞാനിപ്പോൾ വീണാനെ. മുള്ളുചെടിയാ, മൊത്തം മുള്ളുചെടിയാ. ഗൈസ് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയ വഴി കേട്ടോ. ഇങ്ങോട്ടാണ് ഞാൻ കയറിപ്പോയത്. ഇനി അങ്ങോട്ട് പോവാം. ഇത് വേറൊരു പാറയാ, അതാണ് യഥാർത്ഥ പാറ. ഞാൻ ആ പാറ കയറിയത് ഞാൻ ആദ്യം വെച്ച വലിയ പാറയായിരിക്കും. ഈ പാങ്ങുപാറ എന്ന് പറയുന്ന പാറ അതായിരിക്കും ചൊല്ലിയിട്ട് കയറിയപ്പോഴാണ് വലിയ പാറ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നീ എവിടെ പോവാ? ഞാൻ ഇവിടെ നിൽക്കുമല്ലേ, നീ എവിടെ പോന്നു എന്നും പറഞ്ഞ് എന്നെ നോക്കി കളിയാക്കുന്നു. അയ്യോ, ഇത് രമണ്ടൻ പാറ കേട്ടോ. നമ്മൾ കയറി പോലത്തെ പാറയൊന്നുമല്ല, നല്ല ഹൈറ്റാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ പാങ്ങുപാറ എന്ന് പറയുന്ന ഈ പാറയുടെ വീടൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഗൂഗിളിനകത്ത് നോക്കി ഇറങ്ങി വന്നതാ. ഓരോ യാത്രയും ഓരോ അനുഭവമാണ്, സത്യമുള്ള കാര്യമുള്ളൂ. എന്തുവായാലും കയറിപ്പോകാൻ പോകും. എനിക്കെന്തായാലും ആ പാറയുടെ മുകളിൽ കയറണം. ഇതുപോലത്തെ വഴിയാട്ടോ, ടാപ്പിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന വഴി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. പിന്നെ കാലിക്ക് പൊക്കി ചവിട്ടി പോകാൻ നല്ലതായിരിക്കും കേട്ടോ. സൗണ്ട് ഉണ്ടാക്കി പോകുന്നത് നല്ലതായിരിക്കും ഈ വഴിയൊക്കെ വരുമ്പോൾ. അയ്യോ അടാ ആ വഴി കയറി പോകണം. ഇവർക്ക് പ്രോപ്പറായിട്ടൊരു വഴി ശരിയാക്കിയിട്ടോളെ. അങ്ങനെ ആണെങ്കിൽ അലയണ്ട. കാണും പാറയിൽ പോകാനുള്ളവർക്ക് പാറ നേരെ പോയാൽ പോരെ. ഇങ്ങനെയൊക്കെ മനുഷ്യനെ ഇങ്ങനെയൊക്കെ വഴി തെറ്റിയിട്ടാവും. നല്ല രീതി ക്ഷീണിച്ച് പാറയുടെ മുകളിൽ കയറി കാറ്റും കൊണ്ടും കൊള്ളാം. ഇപ്പോൾ വഴിയൊന്നും ഇല്ലയോ. ഈ വഴി പോവാം. ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. ഇതെങ്ങോട്ട് പോകാൻ അറിയത്തില്ല. ഇവിടെ പാറ എവിടെ? പാറ കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പാറയ്ക്കൊരു ചരിവുണ്ട് കേട്ടോ. ചരിവ് അങ്ങോട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വഴിയെ കയറാനേ പറ്റും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മുന്നോട്ട് പോവാം. നട്ടുച്ച സമയത്ത് റബ്ബറും തോട്ടത്തിൽ കൂടെ വെയിലും കൊണ്ട് നടന്ന് നമ്മൾ പാറയിലോട്ട് പോകാം കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതായിരിക്കും പാറയിലോട്ടുള്ള വഴി. അയ്യോ, പക്ഷെ ഇവിടെ മൊത്തം മുള്ള. ഇവിടെയൊക്കെ വരുന്നെങ്കിൽ ഷൂട്ടുണ്ട് വരാം കേട്ടോ. ഞാൻ സാധാ ചെരുപ്പുണ്ടോന്നെ. പാറ കണ്ടു. എന്നാൽ പാറയിലോട്ടൊന്നും വഴി കണ്ടില്ല. മരമേ, ഓ ഇതും വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുമോ? ഇലയൊന്നും ഇല്ല. കുറച്ച് തണൽ കിട്ടാന്നുണ്ട് മരത്തിന്. ഇതൊരു ആന പോലത്തെ പാറ കേട്ടോ. ഒരു ഉരുണ്ട് കറുത്ത് ഇരിക്കുന്നൊരു പാറയാണ് പാങ്ങു പാറ. ഈ പാങ്ങു എന്ന് പറയാൻ കേട്ട് പേര് വരാൻ കാര്യമൊന്നുമില്ല. പാങ്ങുന്നേ നടക്കാൻ പോലും വയ്യ. ഇവിടെ നിന്ന് കുറച്ചേരി ഇരിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ലൈക്ക് അടിക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് കയറി. ഗൈസ്, ആ കാണുന്നതാണ് പാറ, പാങ്ങു പാറ. ഒരു ആന കിടക്കുന്നവരുണ്ട്. അയ്യോ, എന്തുവാ, ഞാനേ ഒന്ന് കയറി പിടിച്ച കേട്ടോ, ഒടിഞ്ഞു പോകുന്നു. ജസ്റ്റ് ഒന്ന് കയറി താങ്ങിയതാ. സത്യം താങ്ങിയ മരം ഞാൻ കണ്ടില്ല. വീണ്ടും ഒടിഞ്ഞു. ശുഭാശം.
ഗൈസ് അങ്ങനെ പാറയുടെ ടോപ്പൊന്നും എത്തിയില്ല, പക്ഷെ എന്നാലും കുറച്ച് ഭാഗം തെറ്റി. ഏത് വഴിയാ എനിക്കറിയാൻ ഈ വല്ലാത്ത പാറയാട്ടോ. എനിക്കിവിടെ നിന്ന് ഇരിക്കണം. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ വഴി അറിയുന്നവരെ കൊണ്ട് വന്നാൽ മതി, അല്ലെങ്കിൽ പാറ കയറാൻ പറ്റത്തൊന്നുമില്ല. അതുമാത്രമല്ല, ഉച്ചയ്ക്കൊന്നും വരല്ലേ, ഒടുക്കത്തെ വെയില, കണ്ണുപോലും കാണുന്നില്ല. ഈ പാറയിലോട്ട് പോകുന്ന വഴിയത് നോക്കിട്ടെ കറക്റ്റായിട്ട് കയറി പോകുന്നേ ഉള്ളൂ. സത്യം പറയാലോ, ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ബാഗ് മാറ്റട്ടെ. എന്തൊരു വെയിൽ. അയ്യോ അമ്മേ അയ്യോ വെയിലടിക്കുന്നേ. ഇവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുവരണ്ടേ, അതും കൊണ്ടുവന്നില്ല. വെള്ളച്ചാട്ടത്തിൽ പോകുന്ന ഇത്തരം വെള്ളം കുറവ്, അല്ലെങ്കിൽ നേരെ ഏതെങ്കിലും വാട്ടർ പാടത്തിലോട്ട് പോയാൽ സത്യം പറഞ്ഞ ഈ പാറ ഇത്രയും കഷ്ടപ്പാടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മേ ഇവിടെ വരുന്നെങ്കിലേ ഈ പാറയെക്കുറിച്ച് അറിയുന്നവരും വഴി അറിയുന്നവരും കൊണ്ടുവരണേ കൂടെ. അങ്ങനെ ഇത്ര അലയണ്ട കേട്ടോ. കണ്ണും കാണുന്നില്ല. ഇതേതാ വഴിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പാറയുടെ മുകളിലോട്ട് കയറുന്ന ഏത് വഴിയാവുക? ഈ വഴി കൂടെ ഒന്നും കയറാൻ പറ്റത്തില്ല. എങ്ങനെ കയറും? കണ്ട ഇതെങ്ങനെ കയറിഞ്ഞ് നോക്കട്ടെ. ഈ പാറ വഴി ഏത് വഴിയാന്ന് നോക്കട്ടെ നമുക്ക് കയറാം. എന്തായാലും ഇവിടെ വന്നേലേ, ഞാൻ വീർത്ത് കുളിച്ചോട്ടോ. ഒടിയിലിരിക്കുന്നത് ഗായ്സ്. അങ്ങനെ പാറപ്പുറത്ത് കയറാൻ പറ്റുന്നൊരു വഴി കണ്ട് കേട്ടോ. ഈ വഴി കയറി പോവാം. അങ്ങനെ കയറി പോകാമെന്നറിയത്തില്ല, നോക്കാം. എന്തോരം പാറപ്പുറത്ത് കയറണം, ഇത്രയും വന്നില്ലേ. മുകളിൽ ചെല്ലുന്ന മുമ്പ് നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് കയറണം. കയറിയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇനിയുണ്ട് ആ പാറയുടെ മുകളിൽ കയറാൻ, ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഈ പാറയിലോട്ട് കയറാൻ വഴി അറിയുന്നവരെ കൊണ്ടുവരിക. അതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കാതെ വരിക, ചോദിച്ചു വരുന്നത് നല്ലത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ വെറുതെ നടന്ന് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. താഴത്തെ അപ്പവും പറഞ്ഞത് കുറച്ച് ഭാഗം വരെ വണ്ടി എത്തും, പിന്നെ നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുകളിൽ കയറാൻ പറ്റത്തില്ല. അത്ര ചൂടും പിന്നെ വെയിൽ. സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം 2:47 കേട്ടോ. ഞാൻ ഇവിടെ വന്നത് 1 മണി 1:30 ആ സമയത്ത് ഞാൻ ഇവിടെ എത്തിയത്. ഈ മലയിൽ കയറണം, ഈ പാറയുടെ മുകളിൽ കയറണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വഴി അറിഞ്ഞത് മാത്രം കൂടെ കൂട്ടി കൊണ്ടുവന്നാൽ നമുക്ക് ഈ മലയുടെ ടോപ്പിൽ കയറാം. പാറയുടെ ടോപ്പിൽ കയറാൻ പറ്റും. ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെട്ടോട്ട് ഈ പാറയുടെ മുകളിൽ കയറാൻ പറ്റിയില്ല. എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഈ പാറയുടെ മുകളിൽ കയറാൻ വഴി അറിയുന്നവനെ കൊണ്ട് ഞാൻ വന്ന് ഇതിൻ്റെ ടോപ്പ് ഞാൻ കാണിച്ചു തരാം. അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന ഒരു പാറയായിരുന്നു ഇത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് പാറ കാണിക്കാം കേട്ടോ. അപ്പോൾ ടാറ്റ. ഇനി താഴെ പോയി കുറച്ച് വെള്ളം എന്തെങ്കിലും നാരങ്ങ വെള്ളം എന്തെങ്കിലും കുടിക്കണം. തൊണ്ട വരണ്ടു പോയി. ഇനി താഴോട്ട് ഇറങ്ങുന്നതും അതിനങ്ങാട്ട് കഷ്ടമാണ് കേട്ടോ. കയറി വന്നത് പിന്നെ ഈ പാറപ്പുറത്ത് ചെരുപ്പൂരി ഞാൻ കയറി വന്നിട്ട് അപ്പം കാല് പൊള്ളുന്നു. കണ്ടോ കുറച്ച് ഭാഗത്ത് കയറി ഇനി അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കണ്ടോ കയറാൻ പറ്റുമായിരിക്കും. സാഹസം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പാറയാണ്. പക്ഷേ എന്നാലും ഭയങ്കര ഡേഞ്ചറാണ്. നല്ല രീതിയിൽ വ്യൂ കാണാൻ പറ്റും. കാരണം ഭയങ്കര ഹൈറ്റാണ് കേട്ടോ ഈ പാറ ഉരുണ്ട് ഒരു ആനയുടെ ഷേപ്പിലാണ് ഈ പാറ ഇരിക്കുന്നത്. അപ്പോൾ അത്ര വരുന്നവർ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം പാറയുടെ മുകളിൽ കയറാൻ. പറ്റില്ലെങ്കിൽ പോകുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ മുകളിൽ കയറിയെന്ന് പറഞ്ഞ് അതിലെന്ത് നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിനൊരു സുഖം, മനസ്സിന് സന്തോഷം, അതും പ്രതീക്ഷയാണ് ഞാൻ ഈ പാറയുടെ മുകളിൽ കയറാൻ പോയത്. അല്ല സാഹസം അങ്ങനെ കാണിച്ചതല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോ എടുത്ത കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നതല്ല. നിങ്ങളെ ഈ പാറയുടെ മുകളും കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. സമയവും അതേപോലെ ഈ പാറയും വേറെ രീതിയാണ്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.